ജനുവരി 17 ബുധനാഴ്ച. മാർക്കോസ് 3:1-6 വരെ വാക്യങ്ങൾ. നായ്ക്കൾ കുരയ്ക്കുന്നു, പക്ഷേ കാരവൻ നീങ്ങുന്നു എന്നത് ഒരു പഴക്കമുള്ള പഴഞ്ചൊല്ലാണ്. അന്യായമായ വിമർശനങ്ങളാൽ വിഷമിക്കുന്നവർക്ക് ഒരു വിലപ്പെട്ട പാഠം അതിലുണ്ട്. ചെറിയ നായ്ക്കളുമായി തർക്കിക്കാൻ നിന്നാൽ ഒരു കാരവാന്, അതായത് സാധനങ്ങളും മറ്റുള്ളവരുമായിട്ട് നീങ്ങുന്ന വണ്ടികൾക്ക് ഒരു നിമിഷം നിർത്തിയാൽ തന്നെ വലിയ നഷ്ടം സംഭവിക്കുന്നു. ഒന്നാമതായി അതിൻ്റെ പുരോഗതി തടസ്സപ്പെടും. പിന്നെ നായ്ക്കൾ കുറയുന്നതിന് പകരം അത് വർദ്ധിക്കുകയും ചെയ്യും. ജീവിതത്തിലെ നിങ്ങളുടെ ദൗത്യം പിന്തുടരുന്നതിൽ ദൈവത്തോടും നിങ്ങളോടും മറ്റുള്ളവരോടും സത്യസന്ധത പുലർത്തുകയാണെങ്കിൽ ഏത് വിമർശനത്തെയും നിങ്ങൾക്ക് നേരിടാൻ സാധിക്കും. ഒന്നും നിങ്ങളെ പിന്തിരിപ്പിക്കില്ല, നിങ്ങളെ തടയുകയുമില്ല. അന്യായമായ വിമർശനം അല്ലെങ്കിൽ തെറ്റ് കണ്ടെത്തുമ്പോൾ അത് അങ്ങ് വിട്ടുകളയുന്നതാണ് നല്ലത്. ഇന്നത്തെ സുവിശേഷത്തിൽ സാബത്ത് ദിവസം ജോലി ചെയ്യുന്നതിനെക്കുറിച്ച് രണ്ടാം തവണയും യേശുവിനെ ഫരിസേയർ വിമർശിക്കുന്നതായി കാണാം. ആദ്യം യേശുവിൻ്റെ ശിഷ്യന്മാർ ഒരു സാബത്ത് ദിവസം വയലിലെ ധാന്യങ്ങൾ ശേഖരിക്കുന്നതിനെക്കുറിച്ചായിരുന്നു. ഇത്തവണ ഒരു സാബത്ത് ദിവസം സിനഗോഗിലുണ്ടായിരുന്ന കൈ ശോഷിച്ച ഒരു മനുഷ്യനെ സുഖപ്പെടുത്തുന്നത് വഴി യേശു സാബത്ത് നിയമം ലംഘിച്ചു എന്നായിരുന്നു. ഈ വായനയിൽ നാം കാണുന്നത് ഈ ഫരിസേയരുടെ ഹൃദയകാഠിന്യത്തിൽ യേശു കോപിക്കുകയും ദുഃഖിക്കുകയും ചെയ്തു എന്നാണ് മാർക്കോസ് എഴുതുന്നത്. ശരിയാണ്, മറ്റുള്ളവരോട് അനുകമ്പ കാണിക്കുന്നതിന് പകരം മതനേതാക്കൾ നിയമങ്ങളോടും പാരമ്പര്യങ്ങളോടും ആഭിമുഖ്യം പുലർത്തുന്നത് മനസാക്ഷിക്ക് നിരക്കാത്തതാണ്. നമ്മുടെ ഇന്നത്തെ മതനേതാക്കൾക്കും ഇത് ഒരു പ്രധാന പാഠമാണ്. ഒത്തിരി കഷ്ടപ്പാടുകൾ സഹിച്ചാണ് ഓരോരുത്തരും മുന്നോട്ട് പോകുന്നത്. അവർക്ക് എന്തെങ്കിലും ആശ്വാസം കൊടുക്കുന്നതായിരിക്കണം നേതാക്കന്മാരുടെ പ്രവർത്തനങ്ങൾ. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ പ്രത്യേകിച്ച് അധികാരികളുടെ അനുകമ്പയുടെ അഭാവത്തിൽ ഒത്തിരി പേർ ദുഃഖിക്കുന്നുണ്ട്. നമുക്ക് ദേഷ്യം വരാറുണ്ട്. ശരിയായ പരിചരണം ലഭിക്കാതെ ആളുകൾ മരിക്കുന്നു. സർക്കാർ വിഭവങ്ങൾ കൃത്യമായി അനുവദിക്കാത്തതിനാൽ രോഗികൾ കഷ്ടപ്പെടുന്നു. ഏറ്റവും മോശമായ ഒരു കാര്യം, ചില ഉദ്യോഗസ്ഥർ ജനങ്ങളുടെ പണം പോക്കറ്റിലാക്കുകയും ചുവപ്പ് നാടയിൽ കുരുങ്ങി ആവശ്യമുള്ളവർക്ക് സഹായം എത്തിക്കുന്നത് വൈകിപ്പിക്കുകയും ചെയ്യുന്നു. മറുവശത്ത് ആധുനിക കാലത്തെ ഫരിസേയരുണ്ട്. കാരുണ്യമുള്ള സമൂഹം കെട്ടിപ്പടുക്കുന്നതിന് തടസ്സമായി അവർ മാറിയിരിക്കുന്നു. സഹായിക്കുന്നതിന് പകരം അവർ യഥാർത്ഥത്തിൽ നന്മ ചെയ്യുന്നവരെ
നിയമത്തിൻ്റെ സാങ്കല്പിക ലംഘനങ്ങൾ ആരോപിച്ച് കുറ്റപ്പെടുത്തുന്നു. ഒരുപക്ഷെ അസൂയ കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവരെ ആരും സ്മരിക്കയില്ല എന്ന ചിന്തയായിരിക്കാം. ഈ വായനയും ഇതിലെ പാഠങ്ങളും മത രാഷ്ട്രീയ നേതാക്കൾക്ക് മാത്രമല്ല, ഇത് യഥാർത്ഥത്തിൽ എല്ലാവർക്കും വേണ്ടിയുള്ളതാണ്. ശരിയായത് എന്ന് ചെയ്യുന്നതിന് ഒരു സ്ഥലവും സമയവും അതിരുകളുണ്ടാക്കരുതെന്ന് യേശു കാണിച്ചു തരുന്നു. അതായത് എല്ലായിടത്തും എല്ലാ സമയത്തും നന്മ ചെയ്യാൻ നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നു. നിയമങ്ങൾ അനുസരിക്കാനും പാരമ്പര്യങ്ങൾ പാലിക്കാനും ശ്രമിക്കുമ്പോൾ പോലും അനുകമ്പയോടെ സഹായം നൽകുന്നതിൽ നിന്ന് അവ ഒരിക്കലും നമ്മെ തടയരുത്. മാത്രമല്ല, യേശുവിൻ്റെ മാതൃക യഥാർത്ഥത്തിൽ പിന്തുടരുന്നതിൽ നിന്ന് നമ്മെ നിരുത്സാഹപ്പെടുത്താനോ തടയാനോ ആധുനിക കാലത്തെ ഫരിസേയരെ നമ്മൾ ഒരിക്കലും അനുവദിക്കുകയും അരുത്. എല്ലാവർക്കും നല്ല ഒരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം കേരള.